ഒരു തുള്ളി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണ്ണമായി ചൊരിഞ്ഞവനെ, നിൻ സ്നേഹത്തിൻ ആഴവും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല, ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 4-ാമത് വാക്യം: എൻ്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി, എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു എന്നുള്ള പ്രസ്താവനയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കേണ്ടവരും ഓർക്കേണ്ടവരുമായ ആളുകൾ മറന്നു കളയുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു വേദനയെക്കുറിച്ചാണ് ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്നത്. യോസേപ്പിന്റെ ജീവിതത്തിൽ താൻ സഹോദരന്മാരെ ആഴമായി ഓർക്കുന്നു എങ്കിലും തന്നെ മറന്നു കളഞ്ഞ സഹോദരന്മാരെ കുറിച്ചാണ് ആ ദൈവവചന ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ അരുമനാഥനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവിനെ സംബന്ധിച്ച് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ, മറ്റുള്ളവരെ ആഴമായി സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി ആവോളം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുവിനെ കുറിച്ചാണ് ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പിതാവിൻ്റെ സ്നേഹമാഴമായി അനുഭവിച്ചിട്ടുള്ള ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളായി പഴയ നിയമത്തിൽ ഓർമ്മപ്പെടുത്തുന്ന പദമുണ്ട്. 22-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ മുതൽ വായിക്കുമ്പോൾ പറയുകയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്താണ്? എൻ്റെ പിതാവ് പോലും എന്നെ കൈവിടുകയും എന്നെ വിട്ട് അകന്നു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നെ രക്ഷിക്കുവാനായി താൻ പ്രാപ്തനാണെങ്കിലും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്ക് കേൾക്കുകയോ എന്നെ രക്ഷിക്കുകയോ ചെയ്യുവാനായിട്ടിടയാകുന്നില്ല എന്ന പദമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശു കർത്താവ് പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞിട്ട് കൂടെ നിന്നിരുന്ന ആളുകളൊക്കെ യേശുവിനെ വിട്ട് ഓടിക്കളയുന്നതായ രംഗങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അവിടെ യേശു കർത്താവ് പറയുന്നുണ്ട്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുകയാണ്. മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് നിൽക്കുമ്പോൾ ആ നന്മകളും ഉയർച്ചകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ച ആളുകൾ തന്നെ യേശു കർത്താവിനെ മറന്നു കളഞ്ഞതായൊരു രംഗമാണ് ഈ വാക്യവും ഓർമ്മപ്പെടുത്തുന്നത്. ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ഇയ്യോബിന്റെ ഭാര്യയും തൻ്റെ സ്നേഹിതന്മാരായ പ്രിയപ്പെട്ടവരും തന്നോട് കൂടെ നിൽക്കേണ്ടവരായിരുന്നു. എന്നാൽ അവരൊക്കെ മറന്നു കളഞ്ഞവരെ പോലെ കടന്നു പോകുന്നതായ രംഗത്തിൽ താൻ അനുഭവിച്ച നൊമ്പരമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ നമ്മെ മറന്നു കളയുമ്പോൾ, ചിലരൊക്കെ നമ്മെ ഓർമ്മയില്ലെന്ന് പറയുമ്പോൾ, ചിലരൊക്കെ നമ്മെ ദ്രോഹിക്കുമ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് ദുഃഖമുണ്ടെങ്കിലും
ഒരു നാളും ഞാൻ നിന്നെ മറന്നു കളയുകയിൽ ഉപേക്ഷിച്ച് കളയുകയില്ലെന്ന് പറഞ്ഞൊരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നോർത്ത് നമുക്ക് ജീവിക്കാം. അതിനായി നമ്മെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഈ ലോകവും ലോകത്തിലുള്ളവരും കുടുംബവും കുടുംബത്തിലുള്ളവരും സ്നേഹിതരും എല്ലാവരും ഞങ്ങളെ മറന്നു കളഞ്ഞാലും ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയും ഇല്ലെന്ന് പറഞ്ഞ കർത്താവ്, ഒരു നാളും എന്നെ മറന്നു കളയില്ലെന്ന് പറഞ്ഞ കർത്താവിന്റെ സ്നേഹത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നോട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.